വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മാന്യ പ്രേക്ഷകരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ പങ്കാളിയാകുവാൻ നിങ്ങളേവരെയും ഞാൻ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ അരുമരക്ഷകനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാണിച്ചു തന്ന ആ വഴി നാം പിന്തുടരുവാൻ പ്രേരിതരായിരിക്കുന്ന ആ വഴിയിലേക്ക് നമുക്ക് ഗമിക്കാം. ആ യാത്ര നമുക്ക് പിന്തുടരാം. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമ്മുടെ ആദ്യ മാതാപിതാക്കൾക്ക് പാർക്കുവാൻ മനോഹരമായ ഒരു തോട്ടം ദൈവം ഉണ്ടാക്കി നൽകി. ദൈവം അവിടെ അവരെ സ്ഥാപിച്ച് അവർ ആഗ്രഹിക്കുന്നത് എല്ലാം കഴിപ്പാൻ ദൈവം ആഹ്വാനം നൽകി. എന്നാൽ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്നുള്ള ഒരു വിലക്കും ദൈവം ഏർപ്പെടുത്തി. എന്നാൽ പ്രിയ ദൈവജനമേ, നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ കീഴടങ്ങി അവർ ആ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് ഭക്ഷിച്ചു. ദൈവം വിലക്കിയ വൃക്ഷത്തിൻ്റെ ഫലം അവർ പറിച്ച് ഭക്ഷിച്ചു. അനന്തരം ഏദേൻ തോട്ടം അവർക്ക് നഷ്ടമായി. ഏദേൻ തോട്ടത്തിൽ നിന്ന് ദൈവം അവരെ ഓടിച്ചു വിട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവജനമേ, ഏദേൻ തോട്ടത്തിൽ നിന്ന് അവരെ ഓടിച്ചു വിട്ട അതേ ദൈവം, അതായത് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവരെ ഓടിച്ചു വിട്ട അതേ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ മാനവരാശിയുടെ സമഗ്ര വിമോചനത്തിലായി ഈ ഭൂമിയിലേക്ക് അയച്ചതും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൽ പ്രിയരെ, കർത്താവായ യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ കടന്നു വരേണ്ട ആവശ്യകത എന്താണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? നാം ഒരു മിനിറ്റ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ അനന്തരഫലമായിട്ട് എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ വരേണ്ടത് ആവശ്യമായിരുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, എന്താണ് പാപം? പാപത്തിൻ്റെ കാഠിന്യം എന്താണ്? അതെത്ര ഗൗരവമേറിയതാണ്, ആഴമേറിയതാണ് എന്ന് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ എന്താണ് പാപം, അല്ലെങ്കിൽ പാപത്തിനെ എങ്ങനെ വർണ്ണിക്കാം എന്ന് അനേക സ്ഥലത്ത് വേദപുസ്തകം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും: പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു. എന്താണ് ഇത്? പാപം ചെയ്യുന്നവൻ അധർമ്മം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ലംഘനമാണ് പാപം എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിച്ചു. ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ദൈവത്തോട് മല്ലിട്ടപ്പോൾ അവർ പിറുപിറുത്ത്
മോശയുമായിട്ട് സഹകരിക്കാതെ വന്നപ്പോൾ ഇസ്രായേൽ മക്കൾക്കായിട്ട്, നമുക്കെല്ലാവർക്കും വേണ്ടിയായിട്ട് ദൈവം 10 കൽപ്പന നൽകി. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ പുറപ്പാട് 20-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കൽപ്പനാ ലംഘനം പാപമാണ്. കൽപ്പനയെക്കുറിച്ച് അല്പം ഞാൻ വിവരിക്കുന്നു. ദൈവം നൽകിയ 10 കൽപ്പനയിൽ ഒന്നാമത്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്. 2-ാമത്തെ കൽപ്പന. 3-ാമത്തെ കൽപ്പന, നിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വൃഥാ എടുക്കരുത്. 4-ാമത്തെ കൽപ്പന, ശബ്ദ നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. 5-ാമത്തെ കൽപ്പന, നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് നൽകിയിരിക്കുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. 6-ാമത്തെ കൽപ്പന, കൊല ചെയ്യരുത്. 7, വ്യഭിചാരം ചെയ്യരുത്. 8, മോഷ്ടിക്കരുത്. 9, കള്ളസാക്ഷ്യം പറയരുത്. 10, മോഹിക്കരുത്. ഇങ്ങനെ ദൈവത്തിൻ്റെ ജനം ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുവാനും ഒരു നല്ല ബന്ധം പുലർത്തുവാനും ദൈവം 10 കൽപ്പന തൻ്റെ ജനത്തിന് നൽകി. ഈ കൽപ്പനാ ലംഘനം അത് പാപമാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നത് പാപമാണ്. വീണ്ടും നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്കവിടെ കാണുവാൻ സാധിക്കും, മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനക്കാർ എന്നു ന്യായപ്രമാണത്താൽ തെളിയുന്നു. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. മുഖപക്ഷം കാണിച്ചാലും അത് പാപമാകുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾ ദൈവത്തെ സ്നേഹിക്കണം. മനുഷ്യനെ പ്രീതിപ്പെടുത്താനുള്ളത് ഒന്നാകരുത്. ദൈവം തൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അവിടെ മുഖപക്ഷം കാണിക്കേണ്ട ആവശ്യകത ഇല്ല എന്ന്. ദൈവത്തിൽ പ്രിയ ജനമേ, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ പാപത്തിൻ്റെ മറ്റൊരു രൂപം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിന്നിലടങ്ങിയിരിക്കുന്ന അനേക നന്മകൾ എന്തെന്ന് അത് നിൻ്റെ ദൈവത്തിനറിയാം. നിൻ്റെ ചുറ്റും പാർക്കുന്നവരുടെ ഇടയിൽ ആ നന്മ നീ ചെയ്തില്ല എങ്കിൽ അത് പാപമാകുന്നു. നമ്മിൽ അടങ്ങിയിരിക്കുന്ന നന്മ ഇടുങ്ങിയ മനസ്സോടുകൂടി നമ്മുടെ കുടുംബാംഗങ്ങളോടും വേണ്ടപ്പെട്ടവരോടും പ്രിയപ്പെട്ടവരോടും മാത്രം ആ നന്മയെ നാം ചെയ്യുകയാണെങ്കിൽ നമ്മിൽ ദൈവത്തിൻ്റെ സ്നേഹം വസിക്കുന്നില്ല. ആ നന്മയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. മറിച്ച് അത് പാപമായിരിക്കും. ലൂക്കോസിൻ്റെ ലേഖനം 10-ാം അധ്യായം നാം പഠിക്കുമ്പോൾ നല്ല ശമരിയാക്കാരൻ്റെ ഉപമയെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു അവിടെ പറയുന്നുണ്ട്. പ്രയാണത്തിലായിരുന്ന യാത്രക്കാരൻ യാത്രാമധ്യേ കള്ളന്മാരുടെ കരങ്ങളിൽ അകപ്പെട്ടു. അവർ അവൻ്റെ പണവും സാമഗ്രികളും ഒക്കെയും മോഷ്ടിച്ചു. മാത്രവുമല്ല, അവനെ മുറിവേൽപ്പിച്ച് വിട്ടപ്പോൾ
ഒരു പുരോഹിതനും ലേവ്യനും ആ വഴി കടന്നു പോയിട്ട് അവനെ തിരിഞ്ഞു നോക്കാതെ പോയപ്പോൾ ഒരു നല്ല ശമരിയക്കാരൻ അവിടെ കടന്നു വന്ന് അവൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവൻ്റെ മുറിവുകളെ കെട്ടി തൻ്റെ സ്വന്തം വാഹനത്തിൽ കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി അവനെ ചികിത്സിച്ച് ശുശ്രൂഷിച്ച് അവൻ പോകാൻ നേരത്ത് അല്പം നാണയങ്ങൾ കൂടി സത്ര ഉടമയ്ക്ക് നൽകി ഇവനെ സൂക്ഷിക്കണം, ഇവനെ പരിചരിക്കണം, ശുശ്രൂഷിക്കണം എന്നുള്ള ആഹ്വാനം നൽകി അവൻ പോവുകയാണ്. അധികം വന്നാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തരാം എന്നും. പ്രിയമുള്ള ദൈവജനമേ, ഈ നല്ല ശമരിയക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ മുറിവേറ്റവൻ ആരെന്നവൻ അറിയുന്നില്ല. തൻ്റെ സ്വന്തത്തിലോ ബന്ധത്തിലോ ഉള്ളവൻ ആയിരുന്നില്ല. എന്നാൽ അവനറിയാമായിരുന്നു അവനിൽ നന്മ ചെയ്യുന്നതിൽ കൂടി ദൈവത്തെ കാണുവാൻ സാധിക്കുമെന്ന്. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, നമുക്കനേക നന്മകൾ ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. നമുക്ക് ചുറ്റുമുള്ളവർ വേദനയാലും പ്രയാസത്തിലും കഴിയുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാതെ, നല്ലൊരു വസ്ത്രം വാങ്ങുവാൻ പണമില്ലാതെ, പട്ടിണിയും ദാരിദ്ര്യത്തിലും പ്രയാസത്തിൻ്റെ നടുവിൽ നമുക്ക് ചുറ്റും സമൂഹം പ്രയാസപ്പെടുമ്പോൾ, ദുഃഖിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അവർക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? ധാരാളം ധനം സമ്പാദിച്ച് ബാങ്കിൽ നിക്ഷേപിച്ച് അതിൻ്റെ പലിശ വാങ്ങി കഴിയുന്നതിൽ അർത്ഥമില്ല. നമ്മളിൽ ഉള്ള കൃപ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പുറപ്പെടുവിക്കണം. മറ്റുള്ളവർക്ക് നാം നന്മ ചെയ്തില്ല എങ്കിൽ അത് നമ്മെ പാപത്തിലേക്ക് നയിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, മറ്റുള്ളവരുടെ ഇടയിൽ നന്മ ചെയ്ത് പാപം ചെയ്യാതിരിപ്പാൻ, നമ്മെ തന്നെ സൂക്ഷിപ്പാൻ ഈ വചന ശുശ്രൂഷ നിങ്ങളിൽ വലിയ മാറ്റമുണ്ടാകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം വീണ്ടും നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ പാപത്തിൻ്റെ മറ്റൊരു രൂപം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായക കൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് അതെന്തായിരുന്നാലും അത് പാപമാകുന്നു എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് കൂടി നമ്മെ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കർത്താവിൽ പ്രിയ ദൈവജനമേ, വേദപുസ്തക ചരിത്രം നാം പഠിക്കുമ്പോൾ ആദ്യം മുതൽ ജീവിച്ചിരുന്ന എല്ലാ വ്യക്തികളും, നമ്മുടെ വിശ്വാസ വീരന്മാരായിരുന്ന, വിശ്വാസത്തിൻ്റെ പിതാവായിരുന്ന അബ്രഹാം മുതൽ ഉള്ള എല്ലാ വ്യക്തികളും, എല്ലാവരും അവരുടെ ജീവിതത്തെ നയിച്ചത് ദൈവത്തിലുള്ള ആ വലിയ വിശ്വാസത്തിലായിരുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം അത് നന്മയായിരിക്കും, ദൈവത്തിന് ഇഷ്ടമുള്ള വസ്തുതയായിരിക്കും. എന്നാൽ വിശ്വാസത്തിൽ നിന്ന് അത് ഉത്ഭവിക്കുന്നില്ല എങ്കിൽ അത് പാപമാകുന്നു എന്നാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത്.
കർത്താവിൽ പ്രിയ ദൈവജനമേ, നാം ലോകത്തെ വീക്ഷിക്കുമ്പോൾ പാപം നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പണത്തിനു വേണ്ടി ജനം എന്തും ചെയ്യുന്നു. സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും മറന്ന് പണം സമ്പാദിക്കാൻ, പണമുണ്ടാക്കുവാൻ വിവിധ മാർഗങ്ങളെ തേടുന്ന ഒരു ജനസമൂഹത്തിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതെ, ധനം വർദ്ധിക്കുന്തോറും അധർമ്മവും വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യനെ സ്നേഹിക്കുന്നില്ല. സ്വന്തം താല്പര്യങ്ങളെ സ്നേഹിച്ച്, സ്വന്തം താല്പര്യങ്ങളെ മാനിച്ച്, സ്വന്തം താല്പര്യങ്ങളുടെ സുരക്ഷിതത്തിനും സുഖത്തിനും വേണ്ടി മറ്റുള്ളവരെ കുരുതി കൊടുക്കുന്ന ഒരു ജനം. അങ്ങനെ അധർമ്മത്തിൻ്റെ നടുവിൽ കഴിയുന്ന ഒരു ജനത്തിൻ്റെ മധ്യയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ അധർമ്മത്തിൽ നിന്ന്, ഈ പാപത്തിൽ നിന്ന് ഉള്ള വിമോചനം എന്ത്? ഈ പാപത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ, ഈ പാപത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ എനിക്കൊരു വിടുതൽ എപ്രകാരം പ്രാപിക്കും, എപ്രകാരം ലഭിക്കും? കാൽവറിയിലേക്കുള്ള എൻ്റെ തീർത്ഥയാത്രയിൽ ഈ പാപം അടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കുമോ? നാം ചിന്തിക്കേണ്ടതാണ്. ആദ്യം മുതൽ മനുഷ്യൻ്റെ ചിന്തയെ അലട്ടിക്കൊണ്ടിരുന്ന ഇതായിരുന്നു. ദാവീദ് മുതലുള്ളവർ പാപത്തിൽ കുടുങ്ങിയപ്പോൾ, പാപത്തിൻ്റെ ആ വിഷമുള്ള ഏന്തിയപ്പോൾ അതിൻ്റെ ഗൗരവവും അതിൻ്റെ വേദനയും മനസ്സിലാക്കി ഇതെവിടെ നയിക്കും, എങ്ങനെ എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ സാധിക്കും? കർത്താവിൽ പ്രിയ ദൈവജനമേ, ഇന്നും എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ അലട്ടുന്ന ഒരു വലിയ പ്രതിസന്ധി, ഒരു പ്രശ്നം ഇതാണ്. ഈ പാപത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ വിടുതൽ നേടുവാൻ സാധിക്കും? എനിക്ക് എന്നെ തന്നെ എങ്ങനെ വിടുവിക്കാം? എൻ്റെ ദൈവവുമായുള്ള ബന്ധം എങ്ങനെ എനിക്ക് നിലനിർത്തുവാൻ സാധിക്കും? അതിന് ദൈവം ഒരു വഴി നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു വഴി നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. നാശത്തിൻ്റെയും നിത്യജീവൻ്റെയും ഇടയിൽ നശിക്കാതിരിക്കുവാനും നിത്യജീവൻ പ്രാപിക്കുവാനും ഉള്ള ഒരു മുഖാന്തരമാണ് യേശു ക്രിസ്തു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നു ഒരുവനും നശിച്ചു പോവുകയില്ല, അവൻ നിശ്ചയമായിട്ടും നിത്യജീവൻ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ യാഥാർത്ഥ്യം, വരവിൻ്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു. പാപത്തിൻ്റെ കറപുരണ്ട്, പാപത്തിൻ്റെ അന്ധകാരത്തിൽപ്പെട്ട് ആരും നശിച്ചു പോകാതെ, ആരും തന്നെ തന്നെ നശിപ്പിക്കാതെ നിത്യജീവൻ അവകാശികളായി അവനായിരിക്കുന്ന സ്ഥലത്ത് അവനോടൊപ്പം ആയിത്തീരുവാൻ, ജനത്തെ ആഹ്വാനം ചെയ്യുവാൻ കർത്താവ് ഇവിടെ കടന്നു വന്നു. പിതാവായ ദൈവം അവനെ അയച്ചു. അവനെ കൈക്കൊണ്ട് ഏവർക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ അവൻ അവകാശം നൽകിയെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പാപത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു പോംവഴി മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. പാപത്തിൽ ആയിരിക്കുന്ന, പാപത്തിൽ അകപ്പെട്ട്
പാപത്തിൻ്റെ അന്ധകാരത്തിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ, പാപക്കുഴിയിൽ ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ കടന്നു വന്നേ. നമ്മുടെ പാപങ്ങളെ അവൻ സ്വന്തം ചുമലിൽ വഹിച്ചു. നമുക്ക് വേണ്ടി കാൽവറിയിൽ ക്രൂശിതനായി. ആ മുൾക്കിരീടം അവൻ്റെ തലയിൽ വെച്ചപ്പോൾ അവിടെ നിന്ന് വാർന്നൊഴുകിയ രക്തം, ആ രക്തത്തുള്ളികളാൽ നമ്മുടെ പാപക്കറകളെ അവൻ ശുദ്ധമാക്കും. ഇത്ര വലിയ സ്നേഹം, ഇത്ര മാധുര്യ സ്നേഹം ഈ ലോകത്തിന് ആര് പങ്കുവച്ചു? ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ സ്മരിക്കുന്ന ഒരുത്തൻ, ആ സ്നേഹത്തെ ഓർക്കുന്ന ഒരുത്തൻ, അവൻ ഒരു നാളും വീണ്ടും പാപത്തിലേക്ക് മടങ്ങിപ്പോവുകയില്ല, ദൈവകൽപ്പന ലംഘിക്കുകയില്ല. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും പാപത്തെ വെടിഞ്ഞ് ദൈവപാത പിന്തുടരുന്നു, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, ഇഷ്ടപ്രകാരം, കൽപ്പന പ്രകാരം ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നത്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, അവൻ്റെ രക്തം നമ്മുടെ പാപക്കറകളെ ശുദ്ധമാക്കും. ദൈവവചനം പറയുന്നത്, നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ അവൻ വെളുപ്പിക്കുമെന്നാണ്. ദൈവത്തിൻ്റെ ജനമേ, നാം ഒന്ന് മാത്രം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പാപത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയണം. മാനസാന്തരത്തിൻ്റെ ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. നമ്മുടെ പാപത്തെ അവൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപത്തെ ക്ഷമിച്ച്, മകനെ, മകളെ, നീ പാപം ചെയ്യാതിരിക്കുക, നിന്നെ വീണ്ടെടുക്കുവാനായിട്ടാണ് ഞാൻ കടന്നു വന്നത് എന്ന് പറയുവാൻ എന്ന് നമ്മുടെ ദൈവം നമ്മോട് പറയും. അങ്ങനെ ഒരു വിശുദ്ധിയുടെ അവസ്ഥയിൽ, വിശുദ്ധീകരണത്തിൽ ജീവിപ്പാൻ നമുക്ക് സഹായിക്കും. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ പാപത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ചിന്തിയ രക്തത്തെ ഓർത്ത് നമ്മെ തന്നെ അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ നാം ഇന്ന് ഒരുങ്ങിയിട്ടുണ്ടോ? എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിപ്പാനും അവൻ്റെ വരവിനു വേണ്ടി ഒരുക്കമുള്ളവരായി ജീവിപ്പാനും സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടച്ച് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, 2000 വർഷങ്ങൾ പരം മുൻപ് അവിടുന്ന് ഈ ഭൂമിയിൽ കടന്നു വന്നത് അടിയങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വാഗ്ദാനം അരുളിയ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതേ ദൈവമേ, അടിയങ്ങൾ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവർ, ഞങ്ങളുടെ പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കണം. ഇനിയുള്ള കാലം അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ അടിയങ്ങളെ ഇടയാക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാണമേ. ആമേൻ.